എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 20 വെള്ളിയാഴ്ചയാണ്. മാർക്കറ്റിൽ ഇന്ന് വീണ്ടും ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങുള്ള ചാൻസുകളെല്ലാം കാണുന്നുണ്ട്. US ഫെഡറൽ റിസർവ് തന്ന ഒരു ഹോക്കിഷ് കമൻ്ററി എല്ലാ മാർക്കറ്റുകളെയും നെഗറ്റീവായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇന്ന് നെഗറ്റീവ് ഓപ്പണിംഗ് കാണുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് പുഷ് കിട്ടിയാൽ നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകേണ്ടതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ നിഫ്റ്റി 50 247.15 പോയിൻറ്റ് ഡൗണായി 23,951-ലും BSE സെൻസെക്സ് 964 പോയിൻറ്റ് ഡൗണായി 79,218-ലുമാണ് ക്ലോസ് ചെയ്തത്. നവംബർ 28 ശേഷമുള്ള ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് 4,224 കോടിക്ക് സെൽ ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 3,943 കോടിക്ക് ബൈ ചെയ്തതായിട്ടും കാണാം. ഇതുപോലുള്ള ഇൻ്റർനാഷണൽ നെഗറ്റീവ് ന്യൂസ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെറ്റിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഭാരതി എയർടെൽ 3,626 കോടിയുടെ ഒരു ലയബിലിറ്റി പേ ഓഫ് ചെയ്തതായിട്ട് കാണാം. സ്പെക്ട്രം അക്വയർ ചെയ്തതിനായിട്ടുള്ള 2016 ബാലൻസ് ഉള്ള ലയബിലിറ്റിയാണിത്. അടുത്തത് എക്സൈഡും ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യയും ചേർന്ന് ഒരു ബൈൻഡിങ് ടേം ഷീറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എക്സൈഡ് എനർജി സൊല്യൂഷൻസ് ഹ്യുണ്ടായിക്ക് വേണ്ടിയിട്ട് ബാറ്ററി സെൽസ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി സെൽസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു എഗ്രിമെൻ്റ് ആണിത്. അടുത്തത് GE വെർണോവ T&D ഇന്ത്യ എന്ന കമ്പനിക്ക് 400 കോടിയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സ്റ്റെർലൈറ്റ് ഗ്രിഡ് 32 ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ് ഹൈ വോൾട്ടേജ് എക്യുപ്മെൻറ്റ്സിൻ്റെ സപ്ലൈ ആൻഡ് സൂപ്പർവിഷന് വേണ്ടിയിട്ടുള്ള ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്ത IPO ഓഫറിംഗ് ആണ്. IPO ഓഫറിങ്ങിൽ ട്രാൻസ്ലേറ്റർ ലൈറ്റിംഗ് ഇന്നലെ വന്നതാണ്. അതിൽ 2.07 ടൈംസ് ഫസ്റ്റ് തന്നെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ആണ്. അതിന് 2.75 ടൈംസ് ഫസ്റ്റ് ഡേ തന്നെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് മമത മെഷീനറി 16.48 ടൈംസ് ഇതിന് ഫസ്റ്റ് ഡേ തന്നെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം സനാതൻ ടെക്സ്റ്റൈൽസ് 0.45 ടൈംസാണ് ഡേ 1 സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിരിക്കുന്നത്. കോൺകോഡ് എൻവിറോ സിസ്റ്റംസ് 0.59 ടൈംസിൽ ഡേ 1 സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 3 കമ്പനിക്ക് നല്ല സ്ട്രോങ് ബൈയിങ് വരുന്നുണ്ടെന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് 3 വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്യുവറായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അടുത്ത ഇന്ന് മാർക്കറ്റിലേക്ക് വരുന്നതാണ് കരാറോ ഇന്ത്യ. വെള്ളിയാഴ്ച, അതായത് ഇന്ന് മുതലാണ് ഈ കമ്പനി മാർക്കറ്റിലേക്ക് വരുന്നത്. 668 to 704 പ്രൈസ് ബാൻഡ് വരുന്നത്. 1,250 കോടിയുടെ IPO ഇഷ്യൂ പൂർണ്ണമായും ഓഫർ ഫോർ സെയിലാണ്. പിന്നെ അടുത്തത് വെൻറ്റിവേ ഹോസ്പിറ്റാലിറ്റിയാണ്. 610 to 643 പെർ ഷെയറാണ് പ്രൈസ് ബാൻഡ് വരുന്നത്. 1,200 കോടിയുടെ IPO ഇഷ്യൂ ആണ്. പൂർണ്ണമായും ഒരു ഫ്രഷ് ഇഷ്യൂ ആണ്. അവസാനമായി സെനോവർസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. പ്രൈസ് ബാൻഡ് 372 to 391 582 കോടിയുടെ IPO ഇഷ്യൂ ആണ്. ഫ്രഷ് ഇഷ്യൂ 500 കോടിയും ബാക്കി ഓഫർ ഫോർ സെയിലുമാണ്. ഈ 3 കമ്പനികളിലും നമ്മൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കുമ്പോൾ 10% മുകളിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ വരാനുള്ള സാധ്യതയില്ല. 10% തന്നെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇത് 3 അപ്ലൈ ചെയ്യേണ്ടതില്ല. പക്ഷേ ആദ്യത്തെ 3 ട്രാൻസ്ലേറ്റർ ലൈറ്റിംഗ്, ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, മമത മെഷീനറി എന്നിവ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഇന്ന് ലിങ്ക് എന്ന കമ്പനിയുടെ ബോണസ് ആൻഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എക്സ് ഡേറ്റ് ആണ്. 1:1 ബോണസും 10-5 സ്റ്റോക്ക് സ്പ്ലിറ്റുമാണ് നമുക്ക് കാണാവുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് 0.97% ഡൗണായി 24,021-ലും 70 പോയിൻറ്റ് പ്രീമിയത്തിലുമാണുള്ളത്. നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 1.95% ഡൗണാണ്. നിഫ്റ്റി ഓപ്ഷൻസ് 26 ഡിസംബറിൽ എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000-ലും മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000-ലുമാണെന്ന് കാണാം. ഇന്ത്യൻ റുപ്പിയും ഒരു ഡൗൺ ട്രെൻഡിലാണ്. 85 രൂപ പെർ ഡോളർ മാർക്ക് ക്രോസ് ചെയ്യുകയുണ്ടായി. ഇൻ്റർനാഷണലി തന്നെ മാർക്കറ്റുകൾ അൺസ്റ്റേബിളായ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് മാർക്കറ്റുകൾ പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.